പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് എസ് രാജീവ് നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് എസ് രാജീവ്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു പ്രധാനമായും ഉന്നയിച്ച വാദങ്ങൾ? വിശദവാദത്തിലേക്ക് കടക്കുന്നത് സംബന്ധിച്ച് കോടതി എന്താണ് പറഞ്ഞത്? വാദങ്ങൾ കോടതിയിൽ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. കോടതി തീരുമാനിച്ച കാര്യം ഞാൻ പറയാം. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ മുമ്പിൽ വളരെ വിലപ്പെട്ട പോയിന്റുകൾ അർജി ചെയ്തിട്ട് ഒരു പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ആ പെറ്റീഷൻ പെൻഡിങ് ആയിരിക്കുമ്പോൾ കേസ് അഡ്ജേൺ ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ഈ പെറ്റീഷൻ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് ശരിയല്ല. കേസ് കേട്ട് തീരുമാനിക്കാം. കേസ് കേൾക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് തന്നെ കേസ് കേൾക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. അവർക്ക് സമയം വേണമെന്ന് പറഞ്ഞു. കോടതി സമയം കൊടുത്തു. കേട്ട് തീരുമാനിക്കുന്നവരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഒരാൾ കുറ്റം ചെയ്തില്ലോ എന്നുള്ളതല്ല തീരുമാനിക്കണേ. അത് ഈ കേസ് കേൾക്കേണ്ടതാണ്. കേട്ടും തീരുമാനമെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കേട്ടോ, രാഹുൽ മാങ്കൂട്ടത്തിലുമായി താങ്കൾ സംസാരിച്ചിരുന്നോ ഈ കേസുമായി ബന്ധപ്പെട്ട്? ഇയാൾ ഇപ്പോൾ കേരളത്തിലെ MLA ആണ്. പറയാൻ പറ്റും, മീഡിയയിൽ പറയാനുള്ള കാര്യങ്ങളാണോ? അല്ല, MLA കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെയൊന്നും പറയത്തില്ല. അത് തെറ്റായിട്ടുള്ള വർത്താനം പറയണതാ. നിങ്ങള് തെറ്റായിട്ടുള്ളതാണ്. ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്ത പിറ്റേ ദിവസം അദ്ദേഹം കോടതിയുടെ മുമ്പിലുണ്ട്. അതായത് സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുന്നിലുണ്ട്. തെറ്റായിട്ട് അത് അബ്സ്കോണ്ടിങ് എന്ന് പറയുന്നത് അറിവില്ലാതെ പറയുന്ന വാക്കാണത്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കേരളത്തിൽ ആരും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകനായതുകൊണ്ടാണ് താങ്കളോട് ചോദിച്ചത്. ഒരു MLA ഒളിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ, പാലക്കാടിന്റെ ജനപ്രതിനിധി. ഒളിവിൽ പോയിട്ടില്ല. നിങ്ങൾ തെറ്റായിട്ട് പറയുകയാണ് ഒളിവിൽ പോയി. തെറ്റായിട്ടില്ല. ഒളിവിലല്ല. അദ്ദേഹം കോടതിയുടെ മുമ്പിലുണ്ട്. സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുമ്പിലുണ്ട്. ഞാൻ പറയണതും കൂടി കേൾക്കൂ നിങ്ങള്. ഞാൻ പറയണത് കോടതി പോകാതെ ഞാൻ ഒളിച്ചു കിടക്കുകയാണെങ്കിൽ അബ്സ്കോണ്ടിങ് ആണ്. ഇത് ഞാൻ അന്ന് തന്നെ കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ കേസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മുമ്പ് എങ്ങനെ അറസ്റ്റ് ചെയ്യുക? കേസ് കേട്ട് തീരുമാനിക്കണ്ടേ? ഒരു കോടതി തീരുമാനിക്കണ്ടേ അറസ്റ്റ് ചെയ്യണോ വേണ്ടിയുണ്ട്? അതിന് മുമ്പ് എങ്ങനെ അറസ്റ്റ് ചെയ്യാം? എനിക്കൊരു അവസരം വേണ്ടേ പറയാനായിട്ട്? അതൊരു നീതിയല്ലേ? എന്റെ ഭാഗം കേൾക്കാണ്ട് നിങ്ങളെ ഒരു കേസിൽ പെടുത്തിയാൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും. എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും. ഒരു ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റില്ല. പോണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ എടുത്തിട്ട് പോകണം. ഇപ്പോൾ നോട്ട് ടു അറസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പോസിറ്റീവായി തന്നെയാണ് ചോദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണെന്നൊക്കെ പലരും പറയുന്നു. മാഡം, ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പറയണേ. പക്ഷേ അബ്സ്കോണ്ടിങ് പറഞ്ഞ വാക്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത്. അല്ല, അങ്ങനെയാണ് ഒളിവിലാണെന്ന് SITയും സർക്കാരും പറയുന്നതാണ്. ഒളിവിലല്ല. അത് ആര് പറയണതാണെന്ന് എനിക്കറിയില്ല. കോടതിയിൽ ആരും പറഞ്ഞിട്ടില്ല ഒളിവിലാണ്. ഇന്നലെ മുഖ്യമന്ത്രിയോട് അടക്കം ചോദിക്കുമ്പോഴും ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് മുഖ്യമന്ത്രിയോട് ചോദിക്കണം. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഭാഷയിൽ ലോയേഴ്സിന്റെ നിയമവ്യവസ്ഥയിൽ ഒരാൾ കോടതിയുടെ മുമ്പിൽ വന്നാൽ അയാൾ കോടതിയുടെ കസ്റ്റഡിയിലാണ് അന്ന് മുതൽ. കോടതി ഇന്ന് ഹാജരാവാൻ പറഞ്ഞാൽ ഹാജരാവും, നാളെ ഹാജരാവാൻ പറഞ്ഞാൽ ഹാജരാവും. പെറ്റീഷൻ പെൻഡിങ് ആയിരിക്കുമ്പോൾ നിങ്ങൾ കോടതിയുടെ മുമ്പിൽ വരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കോടതിയുടെ മുമ്പിൽ വരും. അതാണ്. അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ്. വളരെ വർഷങ്ങളായിട്ട് അത് തെറ്റായിട്ട് ഉപയോഗിക്കുക ശരിയല്ല. ഞാനൊരു ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ഇന്നിപ്പോൾ കോടതി പറയുകയാണ് നാളെ 11 മണിക്കൂർ ഹാജരാവണം നോക്കിയാൽ ഞാൻ ഹാജരാവും. എന്നിട്ട് ഞാൻ ബെയിൽ ആപ്ലിക്കേഷൻ കേൾക്കുള്ളൂ എന്ന് കേൾക്കും. അപ്പോൾ അത് അബ്സ്കോണ്ടിങ് ആണോ? അല്ലല്ലോ. പറയേണ്ടവർ പറഞ്ഞേ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും കേരളത്തിൽ കാണാനില്ല എന്നത് വെച്ചായിരിക്കാം ഈ രാഷ്ട്രീയ വിമർശനങ്ങൾ. അപ്പോൾ 15-ാം തീയതിയാണ് വിശദമായ വാദം നടക്കുക, അല്ലേ? ശരിയായിട്ടും ഞാൻ അതിനകത്തൊന്നും ഉത്തരവാദിയില്ല. ഞാൻ അതിന് ഉത്തരം പറയാനും ആളല്ല. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കോടതിയുടെ മുമ്പിലുണ്ട്. ഓക്കെ, താങ്കളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ലീഗലി സ്റ്റാൻഡിംഗുമാണ് താങ്കളുടെ വാദം. ഞാൻ റെപ്രസെന്റ് ചെയ്യണമല്ലോ. വക്കീലിന്റെ ജോലി അതല്ലേ? അതെ, തീർച്ചയായും. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച് അഡ്വക്കേറ്റ് എസ് രാജീവ്. ശരി, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.